ഗാസയിൽ ആക്രമണം ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. വെടിനിർത്തൽ കരാർ ലംഘനത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ 900ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയതായിട്ടാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. 896 പേർ കൊല്ലപ്പെട്ടതായും 1984 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ സമയം അവസാനിച്ചെന്ന വാദത്തിൽ മാർച്ച് 18 മുതലായിരുന്നു ഇസ്രായേൽ ഗാസയിൽ ആക്രമണം കൂടുതലും ശക്തമാക്കിയിരുന്നത്. മനുഷ്യർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ നോക്കിയാണ് ഇസ്രായേൽ കൂടുതലും ആക്രമണങ്ങൾ നടത്തിവരുന്നത്. മാർക്കറ്റുകൾ, താമസ സ്ഥലങ്ങൾ തുടങ്ങി ആളുകൾ ഉണ്ടാവാനിടയുള്ള സ്ഥലങ്ങൾക്ക് നേരെ മാത്രമാണ് ഇവർ പ്രധാനമായിട്ടും ആക്രമണം നടത്തുന്നത്. മധ്യ ഗാസയിലെ തിരക്ക് പിടിച്ച മാർക്കറ്റിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ 7 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെടിനിർത്തൽ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു ഗാസയിൽ തലങ്ങും വിലങ്ങും ഇസ്രായേൽ എന്ന സയനിസ്റ്റ് സേന അവരുടെ ആക്രമണം നടത്തിവരുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ നിരവധി നേതാക്കളെയും ഹമാസിന് നഷ്ടമായിട്ടുണ്ട്. മുതിർന്ന ഹമാസ് നേതാവ് ഇസ്രായേൽ ബർഹൂം, പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിൽ, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സായുധ വിഭാഗമായ അൽഖുസ് ബ്രിഗേഡിന്റെ സൈനിക വക്താവ് അബു ഹംസ എന്ന നാജി അബു സെയ്ഫ് തുടങ്ങിയവർ ഇസ്രായേൽ കൊലപ്പെടുത്തിയ നേതാക്കളിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണ്. നാസർ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് ബർഹൂം കൊല്ലപ്പെട്ടത്. പരിമിത സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഈ ആശുപത്രിയാണ് സയനിസ്റ്റ് സേന ബോംബിട്ട് തകർത്തത്. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിലിനെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കകമായിരുന്നു ഈ ആക്രമണം കൂടുതലും നടന്നത്. ബർദാവിലിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിൽ അവർ താമസിച്ചിരുന്ന അൽമാവസി ക്യാമ്പിലെ ടെന്റിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി. രാത്രി നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കവെയായിരുന്നു ഈ ആക്രമണം കൂടുതലും നടന്നത്. അബൂ ഹംസയും അദ്ദേഹം താമസിച്ചിരുന്ന ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിലായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഗനൂൻ കൊല്ലപ്പെടുകയുണ്ടായി. ജബലിയാറ്റ് ക്യാമ്പിൽ അദ്ദേഹം താമസിച്ചിരുന്ന ടെന്റിന് നേരെയായിരുന്നു ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് 1,00,000-ഓളം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. കുറഞ്ഞത് 50,021 പേരെങ്കിലും കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ കൂടുതലും വെളിപ്പെടുത്തുന്നത്. 1,13,274 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കുകൾ നിലനിൽക്കുന്നത്. പക്ഷേ ശരിയായ മരണനിരക്ക് 61,700 വരുമെന്നും ഔദ്യോഗിക റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തകർന്ന അവശിഷ്ടങ്ങളിൽ കാണാതായവരെയും മരിച്ചവരായി കണക്കാക്കിയിട്ടുള്ളവരുടെ കണക്കും കൂടി കൂട്ടി ഉൾപ്പെടുന്നതാണിത്. 14,000 പേരെ കാണാനില്ലെന്നാണ് ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നത്. ഗാസയെ സമ്പൂർണ്ണമായി പിടിച്ചെടുത്ത് അവിടെ സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രായേൽ നടത്തുന്ന സുപ്രധാനമായ നീക്കം.